PM ശ്രീ വിവാദത്തിൽ LDF-ൽ പ്രശ്നങ്ങൾ കെട്ടടങ്ങുന്നില്ല. വിഷയത്തിൽ MA ബേബിയുടെ നിസ്സഹായത വിഷമിപ്പിച്ചെന്ന് CPI നേതാവ് പ്രകാശ് ബാബു. താൻ നിസ്സഹായാവസ്ഥയിലാണോ പെരുമാറിയതെന്ന് D രാജയോട് ചോദിക്കണം എന്നായിരുന്നു MA ബേബിയുടെ മറുപടി. PM ശ്രീ പദ്ധതിയിൽ തുടർ നടപടി ഉണ്ടാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഒപ്പിട്ടെങ്കിലും പദ്ധതി നടപ്പാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം PM ശ്രീയിൽ കൂടെയുള്ള മന്ത്രിമാരോട് മുഖ്യമന്ത്രി കള്ളത്തരം കാണിച്ചുവെന്ന് VD സതീശൻ പ്രതികരിച്ചു. D രാജ യഥാർത്ഥത്തിൽ ഇന്നലെ 1:15 ഭക്ഷണം പോലും കഴിക്കാതെ കൃത്യസമയം പാലിക്കണമെന്നുള്ളത് കൊണ്ട് നേരെ ബേബിയെ കാണുന്നതിന് വേണ്ടി പോയതാണ്. പാർട്ടിയുടെ നിലപാട് അത് CPI CPM പാർട്ടികളുടെ ഒരുമിച്ചുള്ളൊരു നിലപാടാണ്. ആ നിലപാടിലൊരു മാറ്റം വന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ബേബിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിലെ പാർട്ടിയോടും ഗവൺമെൻറ്റിനോടും ഇതൊന്ന് പുനഃപരിശോധിക്കാൻ കഴിയുമോ, അതിനുവേണ്ടി ഒരു ആലോചനയെങ്കിലും നടത്താൻ കഴിയുമോ എന്നുള്ളത് ചോദിച്ചു. അതെല്ലാം ചോദിച്ചു. അതിലെല്ലാത്തിലും മൗനമായ ഒരു മറുപടിയാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി മൗനമായിരുന്നു. അത് സത്യത്തിൽ എനിക്കതൊരു വിഷമമുണ്ടാക്കി. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടോ ബേബി ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചു. അതൊരു സത്യത്തിൽ എനിക്കതിലൊരു വിഷമമുണ്ട്. ആ വിഷമമാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. ഇന്നലെ CPIയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കേരളത്തിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടവർ അവിടെ ചർച്ച ചെയ്താണ് പരിഹരിക്കേണ്ടത്. സാമാന്യ ബുദ്ധിയും യുക്തിയുള്ള ആർക്കും ഇത് മനസ്സിലാവും. ഇവിടെ ഇരുന്ന് CPMന്റെ ജനറൽ സെക്രട്ടറിയും CPIയുടെ ജനറൽ സെക്രട്ടറിയും കൂടെ തീരുമാനിക്കേണ്ടതല്ല. കേരളത്തിലാണ് തീരുമാനിക്കേണ്ടത്. കേരളത്തിൽ തീരുമാനിക്കുന്നതിന് എന്ത് സഹായം അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് ആവശ്യമുണ്ടോ അത് D രാജയും ഞാനും നൽകും. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ എഗ്രിമെന്റിൽ നിന്ന് പിന്മാറാൻ പറ്റില്ലെന്നുള്ളതാണ്. നമ്മൾ വെച്ചിട്ടുള്ള MOUവിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇത് ഏത് നിമിഷം വേണോ ഈ MOUയിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഇരു കക്ഷികളും തമ്മിൽ ആലോചിച്ചിട്ട് വേണം പിന്മാറേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം രണ്ട് കക്ഷികൾക്കും ഉണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പിന്നെ ഇരു കക്ഷികളും യോജിച്ചൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ കോടതിയിൽ പോകാനുള്ള അവകാശവും ഇതിൽ പിന്നെ പറയുന്നു. അപ്പോൾ കേരളത്തിലെ ഇന്നലെ വരെ തുടർന്ന് വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും അടിയറ വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. വിജിൻ വായാന്തോട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിജിൻ, ഈ വിഷയത്തിൽ ഏറ്റവും പുതുതായി വന്ന രണ്ട് പ്രതികരണങ്ങൾ, ഒന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടേതും രണ്ട് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടേതുമാണ്. ശിവൻകുട്ടിയുടെ പ്രതികരണത്തിൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി എത്തിയാലും CPIയോട് സ്വീകരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അനുനയ ചർച്ചയിൽ CPM സ്വീകരിക്കാൻ പോകുന്ന നിലപാടിൻ്റെ എന്തെങ്കിലും സൂചനകൾ മന്ത്രി V ശിവൻകുട്ടിയുടെ ഒടുവിലത്തെ വാക്കുകളുണ്ടോ? ഈ വിഷയത്തിൽ MA ബേബി എത്ര കണ്ട് നിസ്സഹായനാണ് എന്നതിൻ്റെ സൂചനകൾ MA ബേബിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണത്തിലും കാണാൻ കഴിയുന്നു. സൈഫുദ്ദീൻ, ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അത് മന്ത്രി V ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത് CPIക്കുള്ളൊരു മറുപടി, CPIക്ക് കൺവേ ചെയ്യുന്ന തരത്തിൽ ഉള്ള ഒരു മറുപടി കൂടിയാണ് V ശിവൻകുട്ടി ഇന്ന് വ്യക്തമാക്കിയത്. അതായത് ഈ PM ശ്രീ പദ്ധതിയുടെ MOU സർക്കാർ ഒപ്പിട്ടെങ്കിലും അത് വെറും സാങ്കേതികം മാത്രമായ നടപടിയാണ്. MOU ഒപ്പിട്ടെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് ഒരു കാരണവശാലും പോകില്ല, ഒരു തരത്തിലുള്ള തുടർ നടപടികളും ഉണ്ടാകില്ല എന്ന് മന്ത്രി കൃത്യമായി വ്യക്തമാക്കുകയാണ്. ഇന്നലെ നമ്മൾ രാവിലെ നൽകിയ വാർത്തയും അതുതന്നെ ായിരുന്നു. MOU ഒപ്പിട്ടെങ്കിലും പദ്ധതികളുടെ മറ്റൊരു നടപടിക്രമങ്ങളിലേക്കും കടക്കേണ്ടതില്ല എന്നുള്ള കാര്യം ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്കും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്കും ഒപ്പം തന്നെ ഡയറക്ടർക്കും ഒക്കെ നിർദ്ദേശം നൽകി എന്നുള്ള വാർത്ത ഇന്നലെ നമ്മൾ നൽകിയതാണ്. അത് മന്ത്രി സ്ഥിരീകരിക്കുകയാണ്. ഒരു കാരണവശാലും കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കില്ല, ഈ പദ്ധതി നടപ്പിലാക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. അതിന് കാരണം നമ്മൾ നേരത്തെ തന്നെ ഓരോ വിദ്യാലയങ്ങളിലും അത്തരം നടപടികളൊക്കെ പൂർത്തീകരിച്ചതാണ്. പക്ഷേ ഇതൊരു കേന്ദ്ര പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് മന്ത്രി ചെയ്യുന്നത്. പ്രധാനമായും ഒപ്പിടാൻ കാരണം അത് SSKയുടെ ഫണ്ട് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ്. അതിനുള്ള പ്രപ്പോസൽ നിലവിൽ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ഇന്നലെ തന്നെ വാർത്ത നൽകിയതാണ്. ആ പ്രപ്പോസൽ നിലവിൽ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ചയോടുകൂടി ആ പദ്ധതിയുടെ വിഹിതം, കേന്ദ്ര വിഹിതം ലഭ്യമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇടതുപക്ഷം ഇതുവരെ പിന്തുടർന്നു പോയ, താൻ നേരത്തെ SFI ആയ ഘട്ടത്തിലും ഒപ്പം തന്നെ DYFI ആയ ഘട്ടത്തിലും ഒക്കെ പിന്തുടർന്നു പോയ
വിദ്യാഭ്യാസ നയത്തിൽ ഒരു മാറ്റവും വരുത്താൻ ആലോചിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ താൻ ആ സ്ഥാനത്ത് ഇരിക്കില്ല എന്ന് ആവർത്തിച്ച് CPIയോട് പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ചെയ്യുന്നത്. അത് കേരളത്തിലെ ജനങ്ങളോടല്ല, CPIയോട് തന്നെയാണ് അക്കാര്യം മന്ത്രി വ്യക്തമാക്കുന്നത്. പക്ഷേ CPI ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു വഴങ്ങാനുള്ള നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. CPI നിലപാട് കടുപ്പിക്കുകയാണ്. അതാണ് പ്രകാശ് ബാബുവിന്റെ ഒക്കെ ഭാഗത്തുള്ള പ്രതികരണത്തിൽ വ്യക്തമാകുന്നത്. എന്തായാലും നാളെയാണ് CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരാനിരിക്കുന്നത്. ആലപ്പുഴയിലാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരുക. അതിൽ ഈ തീരുമാനം പ്രഖ്യാപിക്കും, തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതാണ് നിലവിൽ CPI അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഇന്ന് രാത്രിയാണ് കേരളത്തിൽ തിരിച്ചെത്തുന്നത്. അതിനുശേഷം ചർച്ച എന്നുള്ള നിലപാടിൽ നിന്ന് മറ്റൊരു തരത്തിലുള്ള നിലപാടുകളിലേക്കും CPM എന്തായാലും പോയിട്ടില്ല. ഇന്ന് രാവിലെ MV ഗോവിന്ദനും ഒപ്പം തന്നെ വി ശിവൻകുട്ടിയും ഈ കായികമേള നടക്കുന്ന വേദിയിൽ എത്തുകയും സന്ദർശനത്തിന് ശേഷം ഏകദേശം 10 മിനിറ്റോളം അവിടെ ഒരു കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം ഈ കൂടിക്കാഴ്ചയിൽ ഉയരുകയും ചെയ്തു. അതിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്, മന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി വന്ന ശേഷം CPIയുമായി ചർച്ച നടത്തിക്കോളാം, മറ്റൊരു തരത്തിലുള്ള ഇടപെടലും വേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് CPM എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി ഇന്ന് പ്രതികരണം നൽകിയ ഘട്ടത്തിൽ തന്നെ പറഞ്ഞത്, നിങ്ങളോട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നൽകാൻ തീരുമാനിച്ചിരുന്നില്ല.